കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. വൈസ് പ്രസിഡന്റായി ലില്ലിക്കുട്ടി നെൽസനെ തെരഞ്ഞെടുത്തു. അലയമൺ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ ആധികാരിക വിജയം നേടി കോൺഗ്രസിലെ ലില്ലിക്കുട്ടി നെൽസൺ. മണക്കോട് വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടാണ് ലില്ലിക്കുട്ടി നെൽസൺ അലയമൺ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് എത്തിയത്. 16-അംഗ ഭരണസമിതിയിൽ 10 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് ലില്ലിക്കുട്ടി വിജയിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ആനന്ദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അലയമൺ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ലില്ലിക്കുട്ടി നെൽസൺ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാമതിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ലില്ലിക്കുട്ടി ടീച്ചർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ നേരുന്നു. ഇനിയും എന്നോടൊപ്പം അലയമൺ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനങ്ങളിൽ കൂടെ നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. പുതിയ വൈസ് പ്രസിഡന്റിന് UDF നേതാക്കൾ സ്വീകരണം നൽകി. Thank you. കാണിക്കുന്നത് പോലെയുള്ള ചക്രവർത്തി പോരാട്ടം നടത്താതെ ഭരണ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കലവറയില്ലാത്ത പിന്തുണ ഈ പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകും എന്ന് ഞാൻ ആശിക്കുകയാണ്, പ്രത്യാശിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റ് തന്നെ ആയിരിക്കണം. അപ്പോൾ പഞ്ചായത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ, ദൈനംദിന പ്രവർത്തനങ്ങളിൽ, കണ്ടിജന്റ് ബില്ലുകൾ ചെലവാക്കുന്ന കാര്യത്തിൽ, അതുപോലെയുള്ള മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ സാധാരണക്കാരായ ആളുകൾക്ക് ആവശ്യമായ സാക്ഷ്യപത്രങ്ങൾ വിതരണം ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിലെല്ലാം കക്ഷി രാഷ്ട്രീയത്തിന്റെയോ മുന്നണി രാഷ്ട്രീയത്തിന്റെയോ ഒക്കെ കെട്ടുറപ്പുകളോ അല്ലെങ്കിൽ നൂലാമാലകളോ കലർത്താതെ സത്യസന്ധമായ തന്നിൽ അർപ്പിച്ച പഞ്ചായത്ത് രാജ് നൽകുന്ന അവകാശവും അധികാരവും പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഭൂരിപക്ഷ തീരുമാനത്തെ അക്ഷരം പ്രതി നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ 10 അംഗങ്ങളുടെ 16-അംഗ ഭരണസമിതിയിൽ 10 അംഗങ്ങളുടെ ഭൂരിപക്ഷം ലഭിച്ചു. കഴിഞ്ഞ 10 വർഷത്തെ ഭരണമായിരിക്കില്ല തുടർന്നുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഗ്രാമപഞ്ചായത്തിൻ്റെ സർവോന്മുഖമായ എല്ലാ വികസന പദ്ധതികൾക്കും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് ഈ പഞ്ചായത്ത് ഭരണസമിതി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. CPIയിലെ ഗീത അനിൽ, BJPയിലെ ഷൈനി എന്നിവർക്ക് 3 വോട്ടുകൾ വീതം ലഭിച്ചു. നാട്ടുവാർത്ത, അഞ്ചൽ. നിങ്ങളുടെ സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും.